ഒരുപക്ഷെ ഇതിനകം രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായി നടന്ന സ്ഥലമാണ് പാലയിലെ രാഷ്ട്രീയ പോരുകൾ ഓരോ നിമിഷവും മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരിൽ എത്തിയതു മൂലം പാലയിലെ നിലവിലെ MLA മാണി സി കാപ്പൻ എനിക്കൊപ്പം ചേരുകയാണ്. ജോസ് കെ മാണിയും ഷോൺ ജോർജും ഒക്കെ ഒരു ത്രികോണ മത്സരം, ഒരു കഴിഞ്ഞ തവണത്തെക്കാട്ടിൽ കടുക്കുമോ മത്സരം? എന്താണ്? എനിക്കിതൊരു ത്രികോണ മത്സരമായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഉള്ള അതേ പ്രതീതിയല്ല അതിനപ്പുറം തോന്നില്ല. കാരണം ഗ്രാമങ്ങളിലേക്ക് വികസനം ചെന്നു, ആ ഗ്രാമീണ ജനത എന്നോടൊപ്പം ഉണ്ട് എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ടൗണിലുള്ളവരും ഹാപ്പിയാണ്, യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ പ്രൊജക്റ്റുകളെല്ലാം കൊണ്ടുവന്ന ജോസ് കെ മാണിയാണെന്നുള്ളതാണ്. ഫ്ലെക്സുകളും കാർഡുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും എല്ലാം. എട്ടുകാലി മുമ്മുഞ്ഞെന്ന് പറഞ്ഞ ഒരാളുടെ കഥ കേട്ടിട്ടില്ലേ? അങ്ങനെ ചില മുമ്മുഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിച്ചത് മുഴുവൻ അങ്ങനെയാണ്. എറണാകുളം റെഗുലേറ്ററി കം ബ്രിഡ്ജ് പോലും ഇങ്ങോട്ട് പറയാൻ തുടങ്ങി ഒരു ദിവസം മുഴുവൻ പറയാനുണ്ട്. ഇപ്പം ഞാനായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഇല്ലീഗലും ഇരവിഴ പൂച്ചെറിയും അവിടെ പോയി ഇപ്പോൾ ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റുകൾ നടത്തുകയെന്ന് അനൗൺസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ മന്ത്രിസഭ തീരാകുമ്പോൾ ഇപ്പം എന്തുകൊണ്ട് തീരുമല്ലോ, കാവൽ മന്ത്രിസഭയെ മാറുമല്ലോ, നാളെ മുതൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വരിക. ആ സാഹചര്യത്തിൽ പോയി അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടില്ല. എനിക്ക് പാലാലെ ജനങ്ങൾ പൊട്ടന്മാരല്ല, വോട്ടർമാർ സാമാന്യം രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അതുകൊണ്ട് ഇതൊക്കെ തള്ളിക്കളയത്തേ ഉള്ളൂ. അവർക്കറിയാം എങ്ങനെയാണ്, ആരാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള വിവരങ്ങൾ കൃത്യമായി അറിയാം. ഇനി അവർക്ക് കണ്ണിപ്പൊടി ഇടാൻ പോയിട്ട് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോഴും ജോസ് കെ മാണിനെ പാലയിൽ മത്സരിക്കുന്നൊരു തോന്നലുണ്ടോ? ഇടയ്ക്ക് ഒരു പ്രഖ്യാപനത്തിലേക്ക് ആദ്യം എത്തുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. 5 മണിക്ക് പ്രഖ്യാപിച്ചോളൂ, അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഇപ്പുറത്ത് ഷോണിൻ്റെ സാന്നിധ്യത എങ്ങനെയാണ് കാണുന്നത്? BJP വലിയ പ്രതീക്ഷ വെക്കുന്നു, ക്രൈസ്തവ മേഖലയിലേക്കൊക്കെ കയറി ചെല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഷോണിൻ്റെ ഒരു സാന്നിധ്യം ഇവിടുത്തെ ക്രിസ്ത്യാനികളൊന്നും നിലവിൽ BJPക്ക് വോട്ട് ചെയ്യില്ല. കാരണം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും 350 ഡെഡ് ബോഡിയാണ് അടക്കി എടുത്ത് പുറത്തിട്ടത്. കന്യാസ്ത്രീകളെ അടിച്ച് തീർത്തു വിട്ടു. എത്ര പുരോഹിതരെ പീഡിപ്പിച്ചു. പക്ഷെ അവരെയൊക്കെ രക്ഷിക്കാൻ ചെന്ന ആളാണ് ഷോൺ എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ ഷോണിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം എൻ്റെ മകൻ്റെ കൂടെ പഠിച്ച ഒരു പുത്രതുല്യമായ വാത്സല്യം എനിക്കുണ്ട്. എനിക്ക് BJPയെ പറ്റിയേ പറയാനുള്ളൂ, ഷോണിനെ പറ്റിയൊന്നും പറയാനില്ല. കഴിഞ്ഞ തവണ BJP വോട്ടുകൾ ഉൾപ്പെടെ താങ്കൾക്ക് കൂടുതലായി കിട്ടി. ഇത്തവണ ആ വോട്ടുകളെല്ലാം ഷോൺ കൊണ്ടുവരും, അങ്ങനെ ജോസ് കെ മാണിക്ക് ജയിക്കാം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അതായിരിക്കാം അവരുടെ ധാരണ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മുത്തോലി പഞ്ചായത്ത് ഭരിച്ചിരുന്നത് BJPയാണ്. അവിടെ മാത്രമാണ് ജോസ് കെ മാണിക്ക് 222 വോട്ട് ലീഡ് കിട്ടിയത്. അപ്പോൾ BJPയുടെ വോട്ട് ആർക്കാണ് കിട്ടിയത്? എനിക്കാണോ അവർക്കാണോ? അതായത് അങ്ങനെ വരികയാണെങ്കിൽ ജോസ് കെ മാണിക്ക് കഴിഞ്ഞ തവണത്തെക്കാൾ വോട്ട് കുറയുമെന്നാണ് താങ്കളുടെ ഒരു കണക്ക്. ഞാൻ അങ്ങനെ ഒരു കണക്കും പറയുന്നില്ല. എനിക്ക് വോട്ട് കൂടും എന്ന് ഞാൻ പറയുന്നു. ഈ എപ്പോഴും കണക്ക് കൂട്ടുന്ന ആളാണ് മാണി സി കാപ്പൻ, പ്രവചനം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇത്തവണത്തെ ഒരു ഭൂരിപക്ഷ കണക്കിൻ്റെ പ്രവചനം എങ്ങനെയാണ്? അത് നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തി ഓരോരോ സ്ഥലങ്ങളിൽ ഇറങ്ങി ടോട്ടൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പിക്ചർ വരുമ്പോഴത്തേനും കൃത്യമായി പറയാൻ പറ്റും. ഇപ്പം എനിക്കൊന്ന് പറയാം, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ കൂടുതൽ ഭൂരിപക്ഷം കിട്ടും. അതിൽ കൂടുതൽ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഈ എലത്തൂരിൻ്റെ ഉൾപ്പെടെ കാര്യങ്ങൾ എന്താണ്? UDFൽ കൂടുതൽ സീറ്റുകളുണ്ടോ? എങ്ങനെയാണ് താങ്കളുടെ? ഞങ്ങൾക്കൊരു സീറ്റ് ഇവിടെ ഉണ്ട്. അത് എലത്തൂർ തന്നെയാണ്. എലത്തൂരിൽ നിന്ന് മാറി ആ സീറ്റ് മാറ്റിയെടുക്കണം എന്നൊരു താല്പര്യം കോൺഗ്രസ് പറഞ്ഞു. അതിപ്പം ലീഗുമായിട്ടുള്ള ചർച്ച ഇന്നുകൊണ്ട് തീരുമായിരിക്കും. നാളെ ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ചയും തീരും. അത് കഴിഞ്ഞാൽ RSP ഞങ്ങളെ കൂടെ വിളിച്ച് എന്തായാലും രണ്ടാമതൊരു സീറ്റ് കൂടെ ഉണ്ട്. ആരാണ് സ്ഥാനാർത്ഥി എന്നൊക്കെ ഉള്ളത് മനസ്സിലുണ്ട്? ഇല്ല, അത് പാർട്ടിയിൽ സീറ്റ് ഏത് ഭാഗത്താണ് കിട്ടുന്നതനുസരിച്ച് ആ ഭാഗത്തു നിന്നുള്ള ആളെ വേണമല്ലോ നിർത്താൻ. കഴിഞ്ഞ എലത്തൂർ പോയി നിന്ന് ആലപ്പുഴ എന്നുള്ള ഒരുത്തരാണ്, അതുകൊണ്ടുള്ള കുഴപ്പം വന്നു. എന്തായാലും പാല സംഭവബഹുലമായിരിക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതിൽ സംശയമില്ല. ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം സംഭവബഹുലമായിരിക്കാം, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് മാണി സി കാപ്പൻ ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണത്തെക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. പാലയിൽ നിന്ന് G. ശ്രീജിത്ത്, News 18.